Kerala is watching a new political story unfolding in its neighbouring Tamil Nadu. Tamil superstar Vijay has become Chief Minister of Tamil Nadu. His party TVK bagged over 100 seats in the 2026 elections. Now, reports say TVK is planning to float its units in Kerala, especially in border areas like Wayanad, Palakkad and Kollam districts. Nothing official has been launched yet though. TVK sources in Kerala say plan is afoot for a big launch. Vijay is a massive star in Kerala as well, with mostly young fans lapping up his films. His party hopes to turn this popularity into political support. But the fact is that Kerala's politics work differently from Tamil Nadu. ഞാൻ ഈ നമ്മളെ രാഷ്ട്രീയവുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഇവർ രാഷ്ട്രീയത്തിൽ പോയിട്ടില്ല. സിനിമയുടെ ഇതുമായിട്ട് ഫാൻസികൾ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഫാൻസി ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതായിട്ട് വലുതായിട്ട് പുരോഗമിച്ചിട്ടില്ല. പിന്നെ ഇനിയിപ്പം ഇത് അവിടെ കണ്ടതുപോലെ ഇനി ഇവിടെ കണ്ട് കൂടോ എന്നുണ്ടോ എന്ന് കേട്ടാൽ ചിലപ്പോൾ ആവാനും ചാൻസ് ഉണ്ടാവും. ചിലപ്പോഴും വിജയിക്കും എന്ന് പറഞ്ഞിരുന്നാൽ ഇവിടെ ഉള്ള കുറേ പേരൊക്കെ പയ്യന്മാർ എല്ലാം കുറേ ഫാൻസികളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഇപ്പം നമ്മൾ അടുത്തൊരു ഇലക്ഷൻ വരുമ്പം വിജയ് ഒരു സ്ഥാനാർത്ഥിയോടെ നിർത്തിയാൽ ചിലപ്പോൾ കുറച്ച് വോട്ട് പിടിക്കും, ചിലപ്പോൾ ജയിക്കും, സാധ്യത ഉണ്ടാവും. അതുപോലെ ഇവിടെ ഉള്ള ഒരു നടൻ രാഷ്ട്രീയ പാർട്ടി തുടങ്ങി ജയിക്കാൻ സാധ്യത കുറവാണ്. അത് എന്തുകൊണ്ടാണ്? അത് അവർ കാണുന്ന സിനിമ ഫീൽഡുമായിട്ടോ ഇത് ഇപ്പം വിജയിയുടെ കണക്കെന്ന് പറയണത് അത് ഒരു സിനിമയുടെ ഇതും ഈ മറ്റുള്ളവർക്കുള്ള സഹായങ്ങളും കാര്യങ്ങളും ചെയ്യണം. അതൊരു പ്രത്യേക ഒരു ഇതാണ്. ഇവിടെ അതുപോലെ അത് ആവില്ല. കുറേ സമയം പിടിക്കുമായിരിക്കും, ഇത്ര പെട്ടെന്ന് പറ്റൂലായിരിക്കും. 2 വർഷം കൊണ്ടായില്ലേ CM, അതുപോലെ ഇത്രയും പെട്ടെന്ന് പറ്റൂലായിരിക്കും. In Tamil Nadu, actors like MGR, Jayalalitha and now Vijay have built strong political careers from cinema fame. Kerala has a different story. Here, voters separate cinema and politics clearly. കാരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിന്നവർ ആദ്യം മുതൽ രാഷ്ട്രീയത്തിൽ ആ കാര്യങ്ങൾ അറിയാമല്ലോ. ഇപ്പോൾ സിനിമ നടനമാണത്, അത് പല രീതിയിൽ നടിക്കാം, പക്ഷേ ഇത് പ്രവൃത്തി കൊണ്ടുവരണ്ടേ. അങ്ങനെ വരുമ്പോഴത്തേക്ക് കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ച് നടക്കൂല, അത് ഉറപ്പാണ്. പിന്നെ 1-2 പ്രാവശ്യമൊക്കെ ഇവിടെ സിനിമ നടിച്ചവർ ജയിച്ചു, അത് വേറെ ലെവല്. പക്ഷെ ഇനി അവർക്ക് സീറ്റ് കിട്ടണമെന്നില്ല. ആ രാഷ്ട്രീയവും എല്ലാം പിന്തുണച്ച് തന്നെയാണ്, അത് ഇനി കിട്ടണമെന്നില്ലല്ലോ. കാരണം കമ്മ്യൂണിസ്റ്റ് காங்கிரஸ் முக்கியமான பார்ட்டிகள் இருக்க இடத்துல இந்த சினிமா நடிகர் கேரளாவில் வர முடியாது. ஆமா, சினிமா நடிகனை பார்த்து போடுறதில்லை. The 2026 Kerala Assembly election saw more actors and TV stars contesting than before. Congress, BJP allies and others gave tickets to familiar faces like Ramesh Pisharadi from films and television. Yet, history shows mixed results. Some actors like Suresh Gopi, Mukesh and KB Ganesh Kumar succeeded, but only after long party work and strong local support. Many others, including popular names, lost despite their fame. Voters still prefer strong political backgrounds. இங்கே நல்ல காரியங்கள் செய்தால் தான் வர முடியும், அல்லாத முன்னுக்கு வர முடியாது, ஒരിക്കലും வர முடியாது. நல்ல காரியம் பொதுஜனங்களுக்கு செய்யணும், ചെയ്താൽ தான் വര முடியும். ജനങ്ങളെ സഹായിക്കണം, അല്ലെങ്കിൽ ഒരിക്കലും വരാൻ മുടിയാതെ വായ്പില്ല, ഒരിക്കലും ഇല്ല. കേരളത്തിൽ അത് പറ്റൂല. കേരളത്തിൽ സിനിമ ഭ്രാന്ത് എന്നുള്ള ഒരു ഇതില്ല. സിനിമ മേഖലയുമായിട്ട് കാണുന്നെടുക്കുന്ന അത്രേ ഉള്ളൂ, അല്ലാതെ അവരുമായിട്ട് സഹാവാനോ നേതാവാനോ ഒന്നും ഇവർ സഹകരിക്കില്ല. പാലക്കാട് എന്ത് വന്നെന്ന് ചോദിച്ചാൽ അത് സിനിമയിൽ അത്രയും പ്രാധാന്യമുള്ള ആളല്ല, MLA ആയതേ ഉള്ളൂ, വേറൊരു സാധനമില്ല. ഇവിടെയുള്ള സിനിമ ഫീൽഡും രാഷ്ട്രീയ ഫീൽഡും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടുത്തെ സാഹചര്യമില്ല. പിന്നെ വിജയ്ക്ക് കുറച്ച് ഫാൻസ് ഉണ്ട്, അത് വെച്ച് അയാൾ പിടിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള അത്തരത്തിലുള്ള കുഴപ്പങ്ങൾ കേരളത്തിലില്ല. അതുകൊണ്ട് സിനിമാ നടനായ മോഹൻലാൽ, മമ്മൂട്ടി എന്നാലൊന്നും ഇവിടെ രക്ഷപ്പെട്ടു പോകില്ല. പിന്നെ അവർക്ക് ഈ ഫീൽഡിനോട്ട് രാഷ്ട്രീയ ഫീൽഡുമായിട്ട് ബന്ധമുണ്ടോ താല്പര്യമുണ്ടോ എന്നതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. Kerala has a highly aware electorate. People here focus on issues, alliances like LDF and UDF, and grassroots politics. They are not easily swayed by stardom alone. Even big Malayalam stars like Mammootty and Mohanlal have stayed away from elections. Political experts say this trend of fielding celebrities is growing because of social media and short campaigns. Parties want quick attention, but winning and staying in politics needs more than popularity.
As Vijay's party tries to spread its wings into Kerala, the big question remains. Can cinema power overcome Kerala's strong political culture, or will voters continue to keep art and politics separate? After MGR and Jayalalitha, many believe that no one from the cinema world could succeed in Tamil Nadu politics. But Vijay proved everyone wrong by creating history in his very first election and forming the government. Now the big question is, can Vijay create the same kind of impact in Kerala? Only time will tell.